ഗുഡ് മോർണിംഗ് എവ്രി വൺ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എൻക്ലെക്സ് ആർ എൻ അതുപോലെയുള്ള മറ്റ് കോമ്പറ്റിറ്റീവ് എക്സാംസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്ത് ദ ബെസ്റ്റ് ആൻസർ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു 3 തരത്തിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ABCD, EFG ഉപയോഗിച്ച് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക, അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. ഇനി അതുപോലെ തന്നെ 2 തരം പ്രയോറിറ്റൈസേഷൻ കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒന്ന് നമ്മളുടെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉപയോഗിച്ചും അതുപോലെ നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിനെ ബേസ് ചെയ്തും നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്തെ ഓപ്ഷൻസിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ നീഡ്സിനെ 5 ലെവൽസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് നമ്മളുടെ ABC നീഡ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ, പിന്നെ അതുകൂടാതെ ഡയറ്റ്, ഡ്രഗ്, എലിമിനേഷൻ, ഫ്ലൂയിഡ് നീഡ്സ്, പിന്നെ അതുപോലെ നമ്മൾ ഹൈജീനിക് നീഡ്സ്, പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള നമ്മളുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എല്ലാ നീഡ്സും ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ഏറ്റവും ബേസിക് ലെവൽ, ദാറ്റ് ഇസ് ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് പെടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ആളിൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനകത്ത് ഓപ്ഷൻസിനകത്ത് ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓർക്കുക, അത് തന്നെയായിരിക്കും നമ്മളുടെ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഫിസിയോളജിക്കൽ നീഡ്സിനെ പറ്റിയുള്ള ഓപ്ഷൻ ഇല്ല, അതല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്തു, അതല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഉൾപ്പെടുന്ന ഓപ്ഷൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ ലെവലായ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ സേഫ്റ്റി സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്സിന്റെ ഒരു ലാസ്റ്റ് പോർഷനായ പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് അകത്ത് പെടുന്ന കാര്യമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുവാണെങ്കിൽ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു ഫിസിയോളജിക്കൽ നീഡ് ആണെങ്കിൽ അതിനകത്ത് അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡോസേജിൽ റൈറ്റ് പേഷ്യൻ്റ് നമ്മളുടെ റൈറ്റ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. ഓക്കെ, കാരണം ഇപ്പം നമുക്ക് ഒരു പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമ്മൾ അത് ഇപ്പോൾ 500 mg അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ 1 gram അല്ലെങ്കിൽ 2 gram ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പലപ്പോഴും ഫേറ്റൽ ആകാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് മരണകാരണമാകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ദാറ്റ് കംസ് അണ്ടർ സേഫ്റ്റി സെക്യൂരിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ പല കാര്യങ്ങളുണ്ട്, ലൈക്ക് പ്രിവെൻഷൻ ഓഫ് ഫോൾസ്. പേഷ്യൻ്റ് ഇപ്പം നമ്മൾ ബെഡിൽ കിടക്കുകയാണെങ്കിൽ വീഴാതിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ വെറ്റ് ഫ്ലോർ ആണെങ്കിൽ അത് ദാറ്റ് കംസ് അണ്ടർ സേഫ്റ്റി സെക്യൂരിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ഫ്രീക്വൻറ്റ് മോണിറ്ററിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള പ്രിവെൻഷൻ ഓഫ് ഓൾ ദ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ മെഡിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ പ്രിവെൻഷൻ ഓഫ് എനി ഫർദർ ഇഞ്ചുറി, അതുപോലെ ഈവൻ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ക്രോസ് ഇൻഫെക്ഷനുള്ള സാധ്യതകൾ, പിന്നെ അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, പിന്നെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് എൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പേഷ്യൻ്റ് പോകാതെ മോണിറ്റർ ചെയ്യേണ്ടത് എല്ലാം ഒരു ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ സേഫ്റ്റി സെക്യൂരിറ്റിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നീഡ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ
പേഷ്യൻ്റ് ICUവിലാണ്, നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കെയറും കൊടുക്കുന്നുണ്ട്, പേഷ്യൻറ്റിൻ്റെ എല്ലാ നീഡ്സും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഫിസിയോളജിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, പെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പേഷ്യൻറ്റിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, പേഷ്യൻറ്റിന് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്. പക്ഷെ അത് മാത്രം മതിയോ? അത് മാത്രം പോരാ അല്ലേ? പേഷ്യൻ്റ് ആവശ്യപ്പെടുകയാണ്, എൻ്റെ വൈഫ് പുറത്ത് നിൽപ്പുണ്ട്, അല്ലെ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് നിൽപ്പുണ്ട്, എൻ്റെ മക്കൾ പുറത്ത് നിൽപ്പുണ്ട്, ഐ വാണ്ട് ടു സീ ദം. ഓക്കെ, അവരെ കാണണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലില്ല, നമുക്ക് വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പറ്റത്തില്ല അല്ലെ? സാധാരണ നമ്മളൊരു പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ വിസിറ്ററിനെ അനുവദിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആസ് എ പ്രാക്ടീസിങ് നഴ്സ് അല്ലെങ്കിൽ ആസ് എ പ്രാക്ടീസിങ് ഹെൽത്ത് പ്രൊഫഷണൽ നമ്മൾ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇല്ല, വിസിറ്ററിനെ അനുവദിക്കത്തില്ല. ഓക്കെ, പക്ഷേ ഐഡിയലി നമ്മൾ വിസിറ്ററിനെ പേഷ്യൻറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ വിസിറ്ററിനെ അനുവദിക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണ്, ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ ആരെയും എല്ലാവരെയും അനുവദിക്കാം എന്നല്ല, പക്ഷെ അവിടെ ചിലപ്പോൾ ചില പ്രിക്കോഷൻസോടെ വിസിറ്ററിനെ അനുവദിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവാം. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പെട്ടെന്ന് നമ്മൾ വിസിറ്ററിനെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ വിത്ത് പ്രിക്കോഷൻസ് വിസിറ്റർ ക്യാൻ ബി അലൗഡ്. അല്ലെങ്കിൽ അപ്പോൾ അതിനകത്തും ഓർക്കേണ്ടതുണ്ട്, നമ്മൾ എല്ലാ വിസിറ്റേഴ്സിനെ അനുവദിക്കുകയല്ല, ഒരു കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് ടൈമിൽ അനുവദിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പേഷ്യൻറ്റിൻ്റെ നീഡ്സിനെ, അത് ഫിസിക്കൽ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, പേഷ്യൻറ്റിൻ്റെ നീഡ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം ഈ നീഡ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്, ദാറ്റ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ വിസിറ്റേഴ്സിനെ അനുവദിക്കുക എന്നുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഇപ്പം ഈവൻ വാർഡിൽ ആണെങ്കിൽ പോലും, വാർഡിലും നമുക്കറിയാം നമ്മൾ എപ്പോഴും വിസിറ്റേഴ്സിനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അനുവദിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ പേഷ്യൻസ് നീഡ്സ്. ഓക്കെ, പിന്നെ അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ് കഴിഞ്ഞാൽ വരുന്നത് നീഡ് ഫോർ സെൽഫ് എസ്റ്റീം. ഓക്കെ, സെൽഫ് എസ്റ്റീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് റെസ്പെക്ട്. പേഷ്യൻറ്റ് ഷുഡ് ഫീൽ റെസ്പെക്റ്റഡ്, അല്ലെങ്കിൽ സ്വയം ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് തോന്നണം നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്ര വയസ്സായ പേഷ്യൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര ചെറിയ കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര കൺഫ്യൂസ്ഡോ അല്ലെങ്കിൽ ഡിസോറിയൻറ്റഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടൊക്കെയുള്ള പേഷ്യൻസിലും നമ്മൾ അവരുടെ ഡിഗ്നിറ്റി ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രൈവസി, അതുപോലെ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ നീഡ് ഫോർ സെൽഫ് എസ്റ്റീമിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ഇപ്പം ICUവിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ അതിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്ന, എസ്പെഷ്യലി ഒരു ബാത്തൊക്കെ കൊടുക്കുന്ന സമയത്ത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അവിടെ അതുപോലെ നമ്മൾ പേഷ്യൻറ്റിനോട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി, ഐ ഹോപ്പ് യു നോ ദാറ്റ്, അത് വീണ്ടും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എപ്പോഴും. അവിടെ പേഷ്യൻറ്റിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിന് സമ്മതമില്ലാതെ നമുക്ക് അത് വേറൊരാളോട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കെയറിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആളിനോട് പോലും പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റോടെ മാത്രമാണ് നമുക്ക് അത് ആ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ നമുക്ക് പറയാൻ പാടുള്ളൂ. പിന്നെ അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉള്ളത്, അങ്ങനെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ അത് പറഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ സേഫ്റ്റിയെ അത് അഫക്റ്റ് ചെയ്യും എന്ന ഒറ്റ ഒരു
പോസിബിലിറ്റിയിൽ മാത്രം നമുക്ക് പേഷ്യൻറ്റിൻ്റെ അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യാം. ഇനി പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്താൽ കൂടുതൽ കുഴപ്പം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അനുവാദം ഇല്ലാതെ പോലും നമുക്ക് ആ കോൺഫിഡൻഷ്യൽ മാറ്റർ നമുക്ക് അത് വേണ്ട ആളിനോട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാം എന്ന് ഒരു ഭാഗം കൂടെ ഉണ്ട്. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ നീഡ് ഫോർ സെൽഫ് എസ്റ്റീമിനകത്ത് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ അവരോട് പെരുമാറുമ്പോൾ നമ്മളുടെ ബിഹേവിയർ അവരോട് ഒരു റെസ്പെക്ട്ഫുള്ളി സംസാരിക്കുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് ഒരു പേഷ്യൻ്റ് ഈ 4 ലെവൽസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 4 ലെവൽസും സക്സസ്ഫുള്ളി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരാൾ, പേഷ്യൻ്റ് എന്ന് മാത്രമല്ല ഹൂവർ ഇറ്റ് ഇസ്, ഓക്കെ, അത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. അങ്ങനെയുള്ള ഒരാൾ ആണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി ചിന്തിക്കുമ്പോൾ, ഓക്കെ, ഐ ഹാവ് ഡൺ എവറിത്തിങ് ഗുഡ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട്, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഈ ബാക്കി 4 സ്റ്റെപ്സും പ്രോപ്പറായിട്ട് ഓവർകം ചെയ്താൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കടന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സെൽഫ് ആക്ച്വലൈസേഷനകത്ത് ചിലപ്പോൾ സ്പിരിച്വൽ നീഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ അണ്ടറിൽ വരാം. അപ്പോൾ അതും എല്ലാം നമ്മൾ നോക്കുകയും അത് മീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിനകത്ത് വരുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൂടുതലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗ് പ്രോസസ്. ഓക്കെ, ബേസ്ഡ് ഓൺ നഴ്സിംഗ് പ്രോസസ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് 5 സ്റ്റെപ്സ് ആണുള്ളത്. അസസ്മെൻറ്റ്, പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോൾ ഈ അസസ്മെൻറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻസിനകത്ത് അസസ്മെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോർ, അല്ലെങ്കിൽ അസസ്, അങ്ങനെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അസർട്ടൻ, അങ്ങനെ ആ അസസ്മെൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ചേറെ വാക്കുകളുണ്ട്. അത് ചേർത്തുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മിക്കവാറും അതായിരിക്കും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. കാരണം അതാണ്, അസസ്മെൻ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ഈവൻറ്റ് പാർട്ടിനകത്ത് ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തി എന്ന് ഈ ഈവൻറ്റ് പാർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അസസ്മെൻറ്റ് ഈസ് ഓവർ. ഓക്കെ, അസസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഈ അസസ്മെൻറ്റിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂ മോണിറ്ററിങ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് തെറ്റാകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിയെങ്കിൽ പിന്നെ ഉള്ളത് നമ്മൾ പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഇനി അതിനകത്ത് തന്നെ ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ചിലപ്പം കുറച്ച് വൈറ്റൽ സയൻസ് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഫർദർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇനി കൂടുതൽ എന്താണ്, കാരണം ഇവിടെ ഓൾറെഡി ഡയഗ്നോസിസിലേക്ക് വന്നിട്ടില്ല, അപ്പോൾ അതൊരു അനാലിസിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൂടുതൽ ഇനി കണ്ടുപിടിക്കാൻ എന്തുണ്ട് എന്നുള്ളത്, ഇപ്പോൾ അവിടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ആയിരിക്കാം ആൻസറായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഇപ്പം ഓൾറെഡി ഡയഗ്നോസിസിലേക്ക് ആയി, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തു എന്ന് വീണ്ടും ഈ ക്വസ്റ്റ്യൻ്റെ ഇവൻറ്റിനകത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദ മെഡിക്കേഷൻ. അപ്പോൾ ഹൗ യു വിൽ, ഇപ്പോൾ ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് കൊടുത്തിട്ട് ഹൗ യു വിൽ ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് എന്ന് ചോദിച്ചാൽ
BP മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഇഫക്റ്റീവ് ആയോ എന്ന് അറിയാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഡയൂററ്റിക് കൊടുത്തു എങ്ങനെ നമ്മൾ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡയൂററ്റിക് ആണെങ്കിൽ ആ മെഡിസിൻ്റെ പേര് കാണുമ്പോൾ അതൊരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ് അല്ലെങ്കിൽ അതൊരു ഡയൂററ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ചില പ്രധാനപ്പെട്ട മെഡിസിൻസിൻ്റെ പേരുകളും അതുപോലെ അതിൻ്റെ ഇഫക്റ്റും അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു എൻക്ലെക്സാറിൻ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ഈ മെഡിസിൻസിൻ്റെ യൂസേജ് ഒക്കെ എങ്ങനെ ഓർത്തിരിക്കും എന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെ ഈ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസിന് നമുക്ക് അല്ലെങ്കിൽ ഇവാലുവേഷൻ ആണ് ഒരു ഇവാലുവേഷൻ ഓപ്ഷൻ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെ, ഒരു ക്വസ്റ്റ്യൻ തന്ന് ഓപ്ഷൻസ് തന്നാൽ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ എൻക്ലെക്സാറിൻ പോലെയുള്ള എൻക്ലെക്സാറിനകത്താണ് പ്രത്യേകിച്ചും ഓക്കെ, അതുപോലെയുള്ള മറ്റ് DHA ഹാദ് എക്സാമുകളിലും ഒക്കെ ഓപ്ഷൻസ് അകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് കുറേ ഏറെ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് എൻക്ലെക്സാറിനിൽ കുറേ ഏറെ ക്വസ്റ്റ്യൻസ് ഈ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ബെസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ വാട്ട് വിൽ യു അസസ് ഫസ്റ്റ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെയധികം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഈ സെഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.